കിട്ടിയെന്ന് പല പല വെറൈറ്റീസ്. ഇതിനൊക്കെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടോ, ഞാൻ ഇറച്ചി വെന്തു, എല്ലും ഇറച്ചിയൊക്കെ വേവിച്ചത് നിങ്ങൾ കണ്ടില്ലേ. ഇറച്ചിൻ്റെ എല്ലൊക്കെയാണ് രസം തന്നെ. അപ്പൊ നല്ല ഫ്രഷാണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിക്കണതേ പൂളയും കിട്ടിയിരിക്കണ്, എല്ലും കിട്ടിയിരിക്കണ്, നല്ല ബീഫിൻ്റെ എല്ല്. നാളെ ആരോ കമൻറ്റിൽ പറഞ്ഞിരുന്നു ചക്ക വെച്ചപ്പോൾ ചക്കയ്ക്ക് ബീഫ് ഇറച്ചിൻ്റെ എല്ലൊക്കെയാണ് രസം തന്നെ. അപ്പോൾ നല്ല ഫ്രഷാണ് കേട്ടോ. ഇത് വെറും എല്ലാണ്, പക്ഷെ ഇറച്ചിയും കൂടെ ഉണ്ട് കേട്ടോ, കുറച്ച് ഇറച്ചിയും കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിത് വേറെ കറിയായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിന് കറി കപ്പ വേവിച്ചിട്ട് ഈ പൂള എന്ന് പറയുന്ന സാധനം വേവിച്ചിട്ട് അയക്കണ്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നായിട്ടിട്ട് വേവിക്കണില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ബീഫിൻ്റെ ഒക്കെ ഒരു കുത്തൽ വരും. അത് നല്ലൊരു ടേസ്റ്റാണ് കുത്തൽ വരികയാണെങ്കിലും. പക്ഷെ ഞാൻ ഇതിങ്ങനെ വേറെ ആദ്യം ഞാൻ ഈ എല്ലുണ്ടല്ലോ കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കും. എന്നിട്ടാണ് പിന്നെ ഒരു 3/4 ഭാഗം കുക്കറിൽ വേവിച്ചെടുക്കും, ബാക്കി അടുപ്പത്തന്നെ വേവിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, കുറേ സമയം വരും, വേവിക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഇതെല്ലാവർക്കും അറിയില്ല, മുഹറം 10 നോമ്പാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ ഇന്ന് ഇതാണ്. പക്ഷെ ഇതൊക്കെ പാടൊന്നും കഴിക്കൂല, കുറച്ച് അവിടെ എടുത്ത് വെക്കും. നോമ്പ് തുറക്കാൻ പോയി കുറച്ച് പോരെ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കപ്പ കുഞ്ഞാണി കൊണ്ടുവന്നിക്കണ്, അത് കൊത്തി മുറിച്ച് അതും വേവിക്കണം, ഇതും വേവിക്കണം. ഇതിക്ക് കുറച്ച് ഇറച്ചിയും കൂടെ ഉണ്ട്. ഇറച്ചി ഇതാക്കട്ടെ, ഇവിടെ ഉണ്ട്, ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. വെള്ളമാണിതിൽ. അപ്പോൾ ആ ഇറച്ചിയും കൂടെ ഇട്ടിട്ട് ഇതാക്കണം. ഇതാണ് കേട്ടോ ഇറച്ചി ഞാൻ വെള്ളത്തിൽ ഇട്ടിച്ചത്. നല്ല ബീഫ് തന്നെയാണ്. ഈ ഇറച്ചിയും ആ എല്ലും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ സംഭവം സെറ്റാക്കാൻ പോണത്. അപ്പോൾ ഇറച്ചി ഞാൻ എന്ത് ചെയ്യും, അടുപ്പത്ത് തന്നെ വേവിക്കും. ഇറച്ചി അടുപ്പത്ത് വേവിച്ചതിന് ശേഷം പിന്നെ എല്ല് കുക്കറിൽ വേവിക്കും. എന്നിട്ട് ആ ഇറച്ചിക്ക് എല്ലാം അങ്ങോട്ട് ഇടുക. അപ്പോൾ സെറ്റാവും. അപ്പോൾ ഇന്ന് റമദാനാണ്. അപ്പോൾ എല്ലാവരും പറയും നോമ്പും തോറ്റിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മളെ ഒരു തൊഴിലായിപ്പോയി. നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊന്നും തോന്നരുത്. ഇതിനൊക്കെ ഇനിയിപ്പോൾ ബാഡ് കമൻ്റ് ഒക്കെ ഉണ്ടാവും. അത് സാരല്ല, നിങ്ങൾ എന്തായാലും വേണ്ടില്ല കമൻ്റ് ഇട്ടാൽ മതി. വേണ്ടായാലും വേണ്ടില്ല, പിന്നെ നല്ലതായാലും വേണ്ടില്ല, കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് കപ്പയും ഇതും കൂടി പെട്ടെന്ന് കുറേ ലോങ് വീഡിയോ ഒന്നല്ല കേട്ടോ, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാനത് കുക്കറിൽ വേവിക്കും, പിന്നെ ഇത് അടുപ്പത്ത് വേവിക്കും, എന്നിട്ട് പിന്നെ കപ്പ വേവിക്കും. എന്നിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഇന്ന് നോമ്പ് തുറക്കാൻ പിന്നെ എന്താ പറയുക, കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ഇതൊക്കെ പടച്ചോൻ്റെ ഓരോരോ എന്താ പറയുക, അതാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ റമദാൻ മാസം പോലും അത്രയും ഫ്രൂട്ട്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും ഫ്രൂട്ട്സ് ഉണ്ട്, പല വിധത്തിലുള്ള ഫ്രൂട്ടുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഈ എല്ലാം അടുപ്പത്ത് വെക്കട്ടെ, പിന്നെ ഇറച്ചി അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് ഞാനേ എന്താ പറയുക, വേറൊരു കറി അടുപ്പത്ത് വെച്ചതാണ്. അത് തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കഷ്ണമൊന്നും ഇട്ടിട്ടില്ല, പുളിവെള്ളം പറഞ്ഞ് തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് വേറൊരു ഐറ്റാണ്. അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കപ്പ ബിരിയാണിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ അതാ നമ്മുടെ ഈ എല്ലും ഇറച്ചി എന്ന് പറഞ്ഞ സാധനത്തിൽ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും, കുരുമുളക് പൊടിയും, പെരുംജീരക പൊടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് ഈ എല്ല് കുക്കറിലൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് കുക്കറിൽ ആദ്യം അതൊന്ന് വേവിച്ചെടുക്കണം, എല്ല് മാത്രം വെള്ളം ഒഴിച്ചിട്ട്. കുക്കറിൽ അത് അടുപ്പത്ത് വെച്ചു. ഇറച്ചി കുറച്ചുള്ളൂ കേട്ടോ. ഇത് ഞാൻ എന്താ പറയുക, 1 കിലോ ഇറച്ചിയാണേ. ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിക്കുക, എല്ല് കുക്കറിലും വേവിക്കുക. അതാണ് ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നമുക്ക് ആകെ കുറച്ച് സ്ഥലമുള്ളൂ ഈ സ്ഥലത്ത്, അതിങ്ങനെ മുട്ടി തിരിയാണ് ഞാനിവിടെ. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പെരുംജീരകം ഒക്കെ ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ ഇടണം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതാ ഇറച്ചി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളച്ചു. ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ചതക്കലാണ് ഞാൻ അരിയ ചെയ്തത്. പച്ചമുളക് കീറിയാണ് ഇട്ടത്, അരിഞ്ഞാണ് ഇട്ടത്, ഞാൻ ചതക്കാൻ മറന്നുപോയി. ഇനി ഇത് ഇറച്ചി നല്ലോണം വെന്തിട്ട് നമുക്ക് എല്ല് വേവിച്ച് ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കാം. അത് അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ഇറച്ചി കുറച്ച് നേരം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടില്ല, ഇനി ഒരു 3/4 ഭാഗം വേവാനുണ്ട്. അപ്പത്തേനും ഞാൻ കുക്കറിൽ നമ്മളെ എല്ല് വേവിച്ചിട്ടുണ്ട്. ഇനി കുക്കറിൽ വേവിച്ച എല്ല് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കടന്നിട്ട് വേണം ഇനി വേവാൻ.
എല്ലും ഇറച്ചിയും കൂടെ കിടന്നിട്ട് വേണം ഇത് വെന്ത് കിട്ടാൻ കേട്ടോ. ഈ എല്ലുമെന്ന് ഇറച്ചിയൊക്കെ ഇങ്ങോട്ട് പോരണ രീതിയിൽ എന്താവണം, വെന്ത് കിട്ടണം. ഇനി നമുക്ക് എന്നിട്ട് കപ്പ വേവിച്ചിട്ട് ഈ ചാറ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കപ്പയും പിന്നെ ഇറച്ചിയും കൂടി ഒന്നിച്ച് വേവിക്കാതെ ഇനി ഇതിങ്ങനെ കിടന്നിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അത് നമ്മളെ ഇറച്ചിയും വെല്ലൊക്കെ വെന്ത് റെഡി ആക്കണം. അപ്പോൾ ഇത്ര ചാറ് മതി കേട്ടോ, ഇത്ര ചാറ് മതി. ഇനി നമുക്ക് കപ്പ ഒന്ന് കൊത്തി മുറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇറച്ചി വെന്തു, എല്ലും ഇറച്ചിയൊക്കെ വേവിച്ചത് നിങ്ങൾ കണ്ടില്ലേ. ഇനി ആയിക്കും നമ്മൾ കപ്പ, ഈ പൂളാന്ന് പറയുന്ന സാധനം നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഒന്നും കൂടെ കഴുകൂട്ടത്. ഇനി ഇത് നല്ലോണം കൊത്തി മുറിച്ചിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തിട്ട് വറമ്പുള്ളി ബേക്കിലുണ്ടായിട്ടില്ല, ഇതാകെ കുറച്ച് സ്ഥലമുള്ളൂ. ഈ സ്ഥലത്ത് ഞാൻ കുത്തിക്കൊള്ളിച്ചിരിക്കും. ഇവിടെ ഒരു പലകിയിട്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ എന്നിട്ടിത് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും എല്ലൊക്കെ ഉള്ള കറി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയാണ് കൊടുക്കുക. ഇത് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കട്ടെ കേട്ടോ. കുക്കറിലാണ് വേവിക്കണത്, അടുപ്പത്താവുമ്പോൾ. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കഴിക്കാനുള്ള കലത്തൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒരതി ഉടച്ചെടുക്കുക. അതാണ് ഇന്ന് നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്. മുഹറം 10 നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ അറിയുന്നത്. മാഷാ അല്ലാഹ് ഞങ്ങളോട് പറഞ്ഞില്ലേ ഇന്ന് നോമ്പ് മുഹറം പിന്നെ ആയതുകൊണ്ട് എനിക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല എനിക്കിന്നത് കിട്ടുന്നത്. ഒരുപാട് കിട്ടിയെന്ന്, പല പല വെറൈറ്റീസ്. ഇതിനൊക്കെ കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടോ, ഞാൻ ഇന്ന് എനിക്കിത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതാണ്. പിന്നെ മാങ്ങ ഞാൻ 4 എടുത്തിട്ടുണ്ട്, അവിടെ ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട്. ഇതെന്താ പറയുക, എന്താ മാങ്ങയാണെന്ന് പറഞ്ഞല്ലോ, ഒരു മാങ്ങയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്. ആപ്പിള് ഉണ്ട്, അതൊക്കെ ഇപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ കഴിക്കാൻ വേണ്ടി മാത്രം കുറച്ചെടുത്തതാണ്. പിന്നെ ഇതാ പൂവൻ പഴമാണിത്. ഇത് പൂവൻ പഴമാണ് കേട്ടോ. പക്ഷെ കണ്ട നേന്ത്രപ്പഴത്തിൻ്റെ പോലെ അല്ലേ, ഇത് പൂവൻ പഴത്തിൽ പെട്ടതാണ്. പിന്നെ അതുപോലെ ഈ റോബസ്റ്റ പഴം, ഇത് ഈ നോമ്പിന് ഞാൻ കുഞ്ഞാണിയാക്കാനോട് പറഞ്ഞിട്ടുള്ളൂ, ഈ നോമ്പിന് ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ, ഉള്ള കഞ്ഞി എന്താ വെച്ചാൽ കുടിച്ച് നോമ്പ് തുറന്നാൽ മതിയാണ്. ഇത് നേന്ത്രപ്പഴമാണ്. ഇതിൽ നിന്നൊക്കെ കുറച്ച് ഞാൻ എടുത്ത് തന്നതാണ് കേട്ടോ. ഇത് കണ്ട വെറൈറ്റി, ഇതൊന്നും ഞാൻ അങ്ങനെ വാങ്ങലില്ല, എല്ലാം ഞാൻ കുറച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത് ഉണങ്ങിയപ്പോൾ ഈത്തപ്പഴം പോലെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒന്ന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയാം. ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. മാഷാ അല്ലാഹ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് എനിക്കിത് കിട്ടുമെന്ന്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കുറേയൊന്നും കൊണ്ടുവന്നില്ല, ഇതിന് കുറച്ച് മാത്രമാണ് ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അത് കുറച്ച് മുഴുവനൊന്നും എടുക്കണില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷം ഈ മുഹറത്തിൽ 10 ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ ഞാനും കുഞ്ഞാണിയാക്കി ഇന്ന് രാവിലെ തന്നെ പൂക്കോട്ടുംപാടം പോയിരുന്നു. തിരിച്ചു പോരുമ്പോഴാണ് എനിക്കിത് കിട്ടുന്നത് കേട്ടോ. തിരിച്ചു പോരുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചവൻ്റെ ഒരു ഇതാണല്ലേ. ഫ്രൂട്ട്സ് വാങ്ങണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഉള്ള കഞ്ഞിയോ ചോറോ എന്താ വെച്ചാൽ ഒക്കെ ഇട്ടുകാണ്ട് നോമ്പ് തുറന്നാൽ മതിയല്ലോ, ഫ്രൂട്ട്സ് വാങ്ങണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് അതിൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഇത് കിട്ടാനുള്ളത് കിട്ടാൻ കാരണമായ ആൾക്കാർക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ ചില ആൾക്കാർക്കൊന്നും വീഡിയോയിൽ വരാനും പബ്ലിക്കിൽ വരാനും പേര് പറയാനും ഒന്നും താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നോമ്പ് തുറക്കാൻ ഇതിങ്ങനെ കട്ട് ചെയ്യണം. ഒക്കെ ഒന്നും വേണ്ട, കുറച്ച് മതി. എമ്മിക്കുട്ടനെ കൊണ്ടുവരാൻ വേണ്ടി കുഞ്ഞാണിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എമ്മിക്കുട്ടന് വരുന്നു നോമ്പ് തുറക്കാൻ. അപ്പം എന്നാൽ ഇനി നമുക്ക് പിന്നെ കപ്പ വെന്തിക്കണ്, അതൊന്ന് റെഡിയാക്കി വെക്കട്ടോ. ഞാൻ തരി ഉണ്ടാക്കുകയാണേ. തരി ഉണ്ടാക്കുന്നുണ്ട്. അസർ ബാങ്ക് കൊടുക്കുന്ന ഒരു ടൈമാണ്. ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തരി ഉണ്ടാക്കും കേട്ടോ. തരിയിൽ കാര്യമായിട്ട് പാലാവണം. പാൽ എത്രയാണോ ഒഴിക്കണത് അത്ര വെള്ളവും. അപ്പോൾ ഇതിന് 500 പാലൊഴിച്ചു, 500 വെള്ളം ഒഴിച്ചു. ഇങ്ങനെയാണ് ഞാൻ തരി ഉണ്ടാക്കണത് കേട്ടോ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഏലക്കായ പൊടിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഏലക്കായൻ്റെ 2 എന്ത് ചെയ്തു, കുത്തി പൊട്ടിച്ചു.
അതണ്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ അതാ പാല് തിളച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ തരി ഉണ്ടാക്കണതേ പിന്നെ വെറും തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് തരി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ. കാരണം സേമിയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വെറും തരിയാണ് ഇടുന്നത് വലിച്ച് കുടിക്കാൻ. ഈ പാലും ഈ തരിയും കൂടി ആകുമ്പോണ്ടല്ലോ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, ക്ഷീണം നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇത് ഓരോ ഗ്ലാസ് കുടിച്ചാൽ, ഞാനും എമ്മിക്കുട്ടനും കുഞ്ഞാണിയാക്കി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഓരോ ഗ്ലാസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നോമ്പ് എടുത്തിട്ട് നമ്മൾ തരി കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഉഷാറാണ്. ഇവിടെ മഴ ചാറുന്നുണ്ട്. നമ്മളെ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ അകത്തുനിന്നുള്ള ടോയ്ലറ്റിൻ്റെ കക്കൂസ് കുഴി പടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. താത്ത തറ കാണിച്ചു തരീന്ന് പറഞ്ഞു. ഇതാണ് തറ. ആ തലക്കുള്ള പടവ് അത് സ്റ്റോക്ക് റൂമാണ്. ഇതാണ് അടുക്കള കേട്ടോ. ഇതാണ് അടുക്കള. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് നമ്മുടെ അകത്തുനിന്നുള്ള ടോയ്ലറ്റിന് കൊടുക്കണ ടോയ്ലറ്റിൻ്റെ കുഴിയാണ്. അപ്പോൾ നമ്മളെ പുതിയ വീടാണത്. പുതിയ വീട് ടൈലിട്ടതൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മാഷാ അല്ലാഹ് എനിക്ക് സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ അടുക്കള എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നമ്മളെ തരി ഉണ്ടാക്കിയിട്ട് വാങ്ങി വെച്ചിട്ട് കപ്പ ബിരിയാണിയും കൂടി ആയാൽ പിന്നെ നമ്മളെ പണി കഴിഞ്ഞു. പിന്നെ ഫ്രൂട്ട്സൊക്കെ നുറുക്കാനേ ഉള്ളൂ. ഏത് നോമ്പാണെങ്കിലും തരി നമ്മൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കും കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ കപ്പ വെന്തിക്കണ്, നല്ല പോലെ വെന്തിക്കണ് കേട്ടോ. അപ്പോൾ കപ്പയും ഇറച്ചിയും വേറെ വേറെ ഞാനിതിലേക്ക് കപ്പ ഇട്ട് ഇളക്കണില്ല. കാരണം എമ്മിക്കൂട്ടനുള്ളതാണ്. ഇനി എരിവ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഇറച്ചിൻ്റെ ചാറോട് തന്നെ ഇങ്ങനെ വരട്ടിയ പോലെ, എല്ലും ഇറച്ചി വരട്ടിയ പോലെ ആക്കി ഇങ്ങനെ വിളമ്പി കഴിക്കാമല്ലോ വിചാരിച്ചു. ഇനിയിപ്പോൾ ഫ്രൂട്ട്സും വെള്ളങ്ങളൊക്കെ കുടിച്ച് കഴിച്ചാൽ എന്താ പറയുക, ഇതിനൊന്നും തോന്നൂല. ഏതായാലും ഒരു ലേശം കപ്പ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഫ്രൂട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. തരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിരിക്കുന്നു കേട്ടോ. നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിയും അടിക്കലും തുടയ്ക്കലും കഴുകലും മോറലും മേലെഴുകലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ബാങ്കും കൊടുക്കാനായി. അപ്പോൾ ഞാനിതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇന്ന് നോമ്പ് തുറക്കാൻ ഭക്ഷണം തന്ന അള്ളാഹുവിന് സർവ്വസ്തുതിയും. കാരണം മാഷാ അല്ലാഹ് ഞാൻ ഈ ഫ്രൂട്ടൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമുക്ക് ഫ്രൂട്ട് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, പക്ഷെ എന്നാലും നമ്മുടെ മറ്റുള്ളവരാൽ നമുക്ക് കിട്ടുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ അതാ ഇതൊക്കെ റെഡിയാക്കി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുകയാണ്. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് വയറ് ഫുള്ളായിട്ടുണ്ട്. ഫ്രൂട്ടൊന്നും ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ. കുറേ നാരങ്ങ വെള്ളം കലക്കിയിരുന്നു, അത് കുടിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. എമ്മിക്കുട്ടൻ കുറച്ച് നേരത്തെ തന്നെ നോമ്പ് തുറന്നു. എൻ്റെ കുമ്പ് ഫുള്ളായിക്കണം കേട്ടോ. അപ്പോൾ ഇനി വേണ്ട കൊടുത്തിട്ട് അവിടെ ഇവിടെയും കടിച്ച് മുറിച്ചിടുകയാണ്. കഴിക്കണില്ല, എത്ര കൊടുത്തിട്ടും വാങ്ങണില്ല. വാങ്ങിയാൽ തന്നെ ഓൻ്റെ ഇഷ്ടത്തിന് എടുക്കുക, പിന്നെ അത് കടിച്ച് കുറച്ച് ബാക്കി ഇടുക, അങ്ങനെയാണ് വേണ്ടോന്. അപ്പം അങ്ങനെ. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ ഈ നമ്മുടെ മുഹറം 10 നോമ്പ് ഈ വർഷം ഇങ്ങനെ കഴിഞ്ഞു. അടുത്ത വർഷം നമുക്ക് മുഹറം 9ഉം 10ഉം ഒക്കെ നോക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ കുറച്ച് ലെങ്ത്തായില്ലേ, പറഞ്ഞ് വീഡിയോ അങ്ങനെ കുറേ വലിയ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. എമ്മിക്കുട്ടന് ഫ്രൂട്ട് വേണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കൂട്ടുകാർ. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.